അപ്പോൾ ആർ ഡി ഗ്രാൻഡ് കുറച്ചാളുകൾ പറയുന്നത് ഇനിയും ആർ ഡി ഗ്രാൻഡ് കൊടുക്കാം. കാരണം എന്താ, ആർ ഡി ഗ്രാൻഡ് ഈ ധനകാര്യ കമ്മീഷൻ്റെ പ്രൊപ്പോസലിനകത്ത് വന്നിട്ട് അവിടെ നിശ്ചയിച്ചില്ലെങ്കിലും ആ ആർ ഡി ഗ്രാൻഡിന് അന്ന് വെച്ച തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അന്ന് 4.5 ലക്ഷം കോടിയിലധികം കൊടുത്തല്ലോ കഴിഞ്ഞ 5 വർഷം മുമ്പ്. അതേപോലെ ഒരു തുക ഇപ്പോഴും അവർ കരുതിയിട്ടുണ്ടാവണമല്ലോ. ഞങ്ങൾ ഈ വർഷം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ട് തരാതിരിക്കാൻ പറ്റില്ല. ആ തുക നമുക്ക് മേടിച്ചെടുക്കേണ്ടതാണ്. അത് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പറയണം. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും തരുമോ? ബഡ്ജറ്റിനകത്ത് അങ്ങനൊരു കോളം എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇറ്റ് ഈസ് എ റൈറ്റ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നിട്ടുണ്ട്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്തെല്ലാം തന്നിട്ടുണ്ട്. അത് വേണം എന്ന് നമ്മൾ അവിടെ പറയുന്നു, നമ്മളത് ആവശ്യപ്പെടുന്നു. നമ്മൾ സുപ്രീം കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾക്ക് കേസിന് പോയൊരു സ്റ്റേറ്റ് കൂടിയാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പോലെ മറ്റു മുഖ്യമന്ത്രിമാരെ ഇനിയും ബലത്തിന് വലിയ ബഹളത്തിന് വരില്ലെങ്കിലും BJP സ്റ്റേറ്റുകൾ പോലും അവർ ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൻ്റെ പൊതു ഇൻട്രസ്റ്റ് എന്ന നിലയിൽ അത് വേണം. നിയമസഭ റെസൊല്യൂഷൻ പാസ്സാക്കണം, ഹിമാചൽ പ്രദേശ് ചെയ്തതുപോലെ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തണം. അതുകൊണ്ട് പണം കിട്ടും എന്ന് തന്നെയാണ്, കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു അർഹതയാണെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്.